ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അനിഴം, ഇന്ന് ഞായറാഴ്ച കൂടിയല്ലേ. അപ്പം മൊത്തത്തിലൊരു ലേറ്റായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടോ. കാരണം വെച്ചാൽ ആർക്കും പോകണമല്ലോ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി ഇത് അമ്പലത്തിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ സൗമ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ അത്തക്കള വിട്ടിട്ട് ഇന്ന് അമ്പലത്തിൽ പോകാനിരുന്നാൽ ഞാൻ ലേറ്റ് ആകുമായിരുന്നു. അപ്പോൾ വേണ്ട, വന്നിട്ട് സാവധാനത്തിൽ അത്തക്കളൊക്കെ ഇടാമല്ലോ എന്നോർത്തിട്ട് ആണ് അമ്പലത്തിലോട്ട് പോയത്. ചെന്ന് വഴിപാടൊക്കെ നടത്തി വേഗം ഇറങ്ങിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എള്ളുതിരിയൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ശ്രീജു എള്ളുതിരിയൊക്കെ കത്തിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. മുട്ടക്കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ഞാൻ ചെന്നിട്ട് വേഗം നല്ല ചൂടോടെ ഉണ്ടാക്കി എടുത്ത് വന്നിട്ട് ആ ശ്രീജുവിന് കൊടുത്തിട്ട് ഞാൻ ശങ്കരി ഓൾറെഡി കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അത്തക്കളത്തിലോട്ട് പണിയിലോട്ട് ഇരുന്നിട്ടോ. അപ്പോൾ പൂവ് ഇന്നലത്തെ നല്ല ലാവിഷ് പൂവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പൂവിട്ടൊക്കെ നല്ല സെറ്റാക്കി നമുക്ക് ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോവുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അത്തക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീനിച്ചേനും ഒല്ലും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആണല്ലോ സെപ്റ്റംബർ 2-ന്. അപ്പോൾ അവർ ചുമ്മാ ഒന്നും കൂടി നമ്മളിങ്ങനെ വിളിക്കാനൊക്കെ വന്നതാണ് കറങ്ങിത്തിരിഞ്ഞ്. അങ്ങനെ എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അമ്മയും ശങ്കരയും കൂടി അവനെ ആക്കാനും പോയി അങ്ങോട്ട്. ആ സമയത്ത് ഞാൻ വേഗം റെഡിയായിരുന്നു. ഞാൻ റെഡിയായി കഴിഞ്ഞ് ശങ്കരിനെയൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ കല്യാണത്തിലോട്ട് പോവുകയാണ്. ശ്രീജുവിൻ്റെ കൂട്ടുകാരൻ്റെ ബ്രദറിൻ്റെ ആയിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ അവിടെ പള്ളിയിലൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ സമയം ഉൾക്കൊണ്ടാണ് പോയത് കേട്ടോ. പോയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് പള്ളിയിലൊക്കെ കഴിഞ്ഞ് അവർ ഹോളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ആളുകളുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ആളുണ്ടായിരുന്നു ഹോളിൽ. അങ്ങനെ അവരുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതാ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ശങ്കരിക്ക് തനിയെ വാരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തനിയൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ഒന്നും എടുക്കണ്ട, കുറച്ച് കഴിച്ചാൽ വന്നിട്ട് ആൾ കുറച്ചൊക്കെ കഴിച്ചല്ലോ കേട്ടോ. എന്നാലും കഴിച്ചേ. പിന്നെ ഞങ്ങൾ കഴിച്ച ഉടനെ പിന്നെ ഫ്രണ്ട്സും ശ്രീജുവൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ശങ്കരിക്ക് ഒരു ബബിളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.